ഹലോ, മജ്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ പൂച്ചകളൊക്കെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇന്നിപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും പുറത്തിറങ്ങിയ സന്തോഷത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ചാടി പുറത്തിറങ്ങാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട് ആൾക്കാർ. പുറത്ത് നല്ല ഇങ്ങനെ ചെറിയ പ്രാണികളൊക്കെ കാണാം. അപ്പോൾ അവരെ ചാടി പിടിക്കാനൊക്കെയാണ് അവരുടെ ശ്രമം. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ഉള്ള നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് അവരെ നെയിൽ ക്ലിപ്പിങ്ങിൻ്റെ ഒക്കെ ദിവസമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവരെ പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെല്ലാവരും പിന്നാലെ ഓടി പിടിച്ചിട്ടിട്ടാണ് അവർ നെയിൽ ക്ലിപ്പൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഒരു പായസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേവന്മാരിവിടെ അങ്ങനെ വെയിലത്ത് നടക്കുകയാണ്. അപ്പോൾ അവർക്ക് അകത്ത് കയറാനൊന്നും അങ്ങനെ തോന്നണില്ല. ബലം ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി നെയിൽ ക്ലിപ്പിനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഒരാളെ പിടിക്കാൻ പോയപ്പോൾ ഒരാളത് അതിലേ ഓടി അപ്പുറത്തേക്ക്. അവൻ ഇപ്പോൾ അവർക്ക് 6 മാസമായിട്ടുള്ള കെറ്റനാണ് 2 പേര്. അപ്പോൾ അതിന് ഓട്ടമാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരാൾ ഇതിലേ പോയപ്പോൾ ഒരാൾ അതിലേ ഓടി പിടിക്കാൻ വേണ്ടി സമ്മതിക്കാതെ അപ്പുറപ്പുറമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അവസാനം എന്തായാലും അവരെ പിടിച്ച് നെയിൽ ക്ലിപ്പ് പരിപാടികളൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നോക്കാം. അപ്പം ഞാൻ ശർക്കര ഉണ്ടായിരുന്നു, ഒത്തിരി ബ്രൗൺ ശർക്കരയാണ്. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്ന ഒരു ശർക്കരയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിൽ നല്ല ഒരുപാട് തരികളുണ്ടായിരുന്നു, മൺതരിയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തപ്പോൾ. അപ്പോൾ ഞാൻ ഈ ശർക്കര ആദ്യമായിട്ട് ഞാൻ അങ്ങനത്തെ വാങ്ങിക്കണത് അത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ കുറച്ച് ചവ്വരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം. അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യിൽ തന്നെ ഞാൻ കുറച്ച് സേമിയ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്നൊരു ബ്രൗൺ ആവണ വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ ചവ്വരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പാല് ചൂടാവാനായിട്ടും അടുത്തടുപ്പിൽ ഞാൻ വെച്ചു. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് പാൽ അതിലൊഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ശർക്കര ഞാനിപ്പോൾ സേമിയ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ശർക്കര ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ അരിച്ച ശർക്കരേനെ അതിലൊഴിച്ചിട്ടൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ പാല് കുറച്ച് അതിലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ട് സേമിയ അതിൽ കിടന്നൊന്ന് വെന്തതിന് ശേഷം ബാക്കിയുള്ള പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സേമിയ കുറച്ച് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചവ്വരി ഞാൻ വേവിച്ച ചവ്വരി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നും കൂടി അതിൽ കിടന്ന് വെന്തതിന് ശേഷം ബാക്കിയുള്ള പാൽ ഒഴിച്ച് അതിനെ വേവിച്ച് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്തിരി കുറുകിയിരിക്കുന്ന കാരണം പാല് ഞാൻ അധികം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ ബാക്കി പാൽ ഒഴിക്കുന്നു. പാല് കുറച്ചും കൂടി ഒഴിച്ചു അത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഓക്കെ. ബാക്കിയുള്ള ഞാൻ ചൂടാക്കി വെച്ച പാലും കൂടിയും അതിൽ ചേർത്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാലും ഒക്കെ എത്ര വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഒഴിക്കാം. അപ്പോൾ സേമിയയ്ക്കാകുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് തിക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാൽ അധികം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇരുന്ന് തണുത്ത് പോകുമ്പോൾ ഇത്തിരി തിക്കാവുകയാണെങ്കിൽ കുറച്ച് പാലൊന്ന് ചൂടാക്കി അതിൽ തിളപ്പിച്ചിട്ട് അതിൽ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഒരു പാകത്തിന് തന്നെ ആവശ്യത്തിനുള്ള പാലും കട്ടിയും ഒക്കെ ആവശ്യത്തിനുണ്ട്. അപ്പം ഞാനിതൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഫുള്ള് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നിങ്ങൾ. അപ്പോൾ നല്ല വലിപ്പമുള്ള 2 സ്പൂൺ നിറച്ച് കണ്ടൻസ് മിൽക്ക് അതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നാൽ അത് ഓക്കെ. പിന്നെ ഇപ്പോൾ ഒരു അടിപൊളി സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീണ്ടും പറയാണ്, എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.